അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഫെയിലിനെ കുറിച്ച് പറഞ്ഞു. ഫെയില് 3 രൂപത്തിലാണ്. ഒന്ന് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുന്നത്, രണ്ടാമത് നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് അറിയിക്കുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറിയിക്കുന്ന മാദി, നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെക്കുറിച്ച് അറിയിക്കുന്ന മുദാരി, വരാൻ പോകുന്ന സമയത്ത് ചെയ്തു തീർക്കാൻ കൽപ്പിക്കുന്നത് അംറ്. ഇങ്ങനെ 3 കാര്യമാണ്. അത് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫായിലാണ്. ഫായിൽ എന്നാൽ എന്ത്? അതിൻ്റെ ഉദാഹരണം ആദ്യം ഉദാഹരണം നിങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. താറൽ ഉസ്ഫൂറു, പക്ഷി പറന്നു. താറ പറന്നു, അൽ ഉസ്ഫുറു പക്ഷി, കുരുവി. ജറൽ ഹിസാനു, കുതിര നടന്നു. ലൈബൽ വലതു, കുട്ടി കളിച്ചു. യൗം സമക്കു, മത്സ്യം നീന്തുന്നു അല്ലെങ്കിൽ നീന്തും. യൽസവിൽ ബൗദു, കൊതു കടിക്കും അല്ലെങ്കിൽ കടിക്കുന്നു. തക്കുലിൽ ബിന്ദു, പെൺകുട്ടി തിന്നുന്നു അല്ലെങ്കിൽ തിന്നും. ഇവിടെ ഇതെല്ലാം ഒരു ജുംലയാണ്. ഈ ജുംലയിൽ ഒരു ഇസ്മും ഒരു ഫേലും. ആദ്യം ഒരു ഫേല് വന്നു, തുടർന്ന് ഒരു ഇസ്മു വന്നു. താറ എന്നുള്ളത് ഒരു ഫേല്, ഉസ്ഫൂർ ഒരു ഇസ്മ, ജറ ഫേല്, ഹിസാന് ഇസ്മ, ലൈബ ഫേല്, വലത് ഇസ്മ. അത് ആദ്യം ഒരു ഫേൽ വന്നു, തുടർന്ന് ഒരു ഇസ്മും വന്നു. ഇങ്ങനെയാണ് ഈ പടം ഉണ്ടായത്. അതായത് താറ പറന്നു. ഈ പറക്കുക എന്നുള്ളത് ആരാ പറന്നത്? ഉസ്ഫൂറാണ്. ഉസ്ഫൂറിൽ നിന്നാണ് പറക്കൽ എന്ന ക്രിയ ഉണ്ടായത്. അതുകൊണ്ട് ഈ ഉസ്ഫൂരിനെ ഫായിൽ എന്ന് പറയും. ആ ഫെയിലിൻ്റെ ഫായിൽ, ചെയ്ത ആൾ, ആ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവർക്ക് ഫായിൽ എന്ന് പറയും. മനസ്സിലായല്ലോ? താറ എന്ന പറക്കൽ, ആ പറക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവർക്ക് ഫായിൽ എന്ന് പറയുന്നു. അപ്പോൾ താറൽ ഉസ്ഫൂറു, പക്ഷി പറന്നു. താറയുടെ ഫായിൽ ഉസ്ഫൂർ. അതേപോലെ തന്നെ ജറ, നടന്നു. ആരാണ് നടന്നത്? ഹിസാനാണ്, കുതിരയാണ്. അതുകൊണ്ട് ഹിസാൻ എന്നുള്ളത് ഫായിലാണ്. ജറയുടെ ഫായിലാണ് ഹിസാൻ. അതേപോലെ ലൈബ, കളിച്ചു. കളി ആരിൽ നിന്നാണ് കളി ഉണ്ടായത്? കുട്ടികളിൽ നിന്നാണ്. അപ്പോൾ ആൺകുട്ടിയാണ് കളിച്ചത്. അപ്പോൾ ആൺകുട്ടി എന്നുള്ളത് ഫായിൽ. മനസ്സിലായല്ലോ? അപ്പം ആദ്യം വന്നത് ഫെയില്, രണ്ടാമത് വന്നത് ആ ഫെയില് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആൾ, അതായത് ഫായിൽ. അതിനൊന്നുകൂടി നമുക്കെതിരെ കൂടി നോക്കാം. ഈ ഫായിൽ രണ്ടാമത്തത് ഉസ്ഫൂർ, ഇസ്മിൻ്റെ ഓരോ ഇസ്മും നിങ്ങൾ നോക്കുക. താറൽ ഉസ്ഫൂറു, ജറൽ ഹിസാനു, ലൈബൽ വലതു. വായിക്കുന്നതിൽ എന്തെങ്കിലും ഒന്നുണ്ടോ? എല്ലാം ഒരേപോലെ. ഏതാണ് അതിൻ്റെ അവസാനം? ഈ ഇസ്മിൻ്റെ ഉസ്ഫൂറു, ഹിസാനു, വലതു, ഇതിൻ്റെ അവസാനത്തിൽ ലമ്മ് കാണാം. അത് ലമ്മിന് എന്താ പറയുക? റഫ് എന്ന് പറയും. അപ്പോൾ ഫായിലിനിക്ക് എപ്പോഴും റഫ് ആയിരിക്കും. ഫായിലിന് എപ്പോഴും റഫ് ആയിരിക്കും. ഇവിടെ നോക്കുക. യൗം സമക്കു, മത്സ്യം നീന്തുന്നു. യൽസൗൽ ബൗദു, കൊതു കടിക്കുന്നു. തക്കുലിൽ ബിന്ദു, അപ്പം പെൺകുട്ടി തിന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അവസാനം, ഫായിലിൻ്റെ അവസാനം എന്തായിരിക്കും? എപ്പോഴും റഫായിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ വന്ന് ഒരു ഫെയില്, ഒരു ഫായിൽ, ഒരു ഫെയിലും ഒരു ഇസ്മും ഫെയിലും ചേർന്നതാണ് ഇത്. ഇപ്പോൾ ഇസ്മിനിക്ക് ആ ഫെയിലിൻ്റെ ഫായിൽ എന്ന് പറയപ്പെടുന്നു, ഒന്നാമത്തെ ഇസ്മിന്. മനസ്സിലായല്ലോ? ഇനി അതിൻ്റെ കായിക നോക്കുക. അൽ ഫായിലു ഇസ്മുൻ മർഫൂൻ തഖദ്ദമഹു ഫെയിലുൻ വദല്ല അലല്ലദീ ഫഅലൽ ഫെയില. അൽ ഫായിലു, ഫായിൽ എന്നാൽ ഇസ്മുൻ മർഫൂൻ, ഒരു റഫ്ആക്കപ്പെട്ട ഇസ്മാണ്. തഖദ്ദമഹു ഫെയിലുൻ, അതിനു മുമ്പ് ഒരു ഫെയിൽ ഉണ്ടായിരിക്കും, മുന്തി വരും. വദല്ല, ആ ഫെയിൽ അറിയിക്കുകയും ചെയ്യും. അലല്ലദീ ഫഅലൽ ഫെയിൽ,
അതല്ല, ആ ഇസ്മ അറിയിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഫായിൽ എന്നുള്ള ആ ഇസ്മ അറിയിക്കും. അലല്ലദീ ഫഅലൽ ഫീൽ, ആ പ്രവൃത്തി ആരുടെ മേലാണ് ചെയ്തത് അതറിയിക്കും. അപ്പോൾ ഈ ഫായിലിൻ്റെ മേലിലാണ് ആ പ്രവൃത്തി, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുന്ന അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവുക. ഇപ്പോൾ താറൽ ഉസ്ഫൂർ, അപ്പോൾ ഉസ്ഫൂർ പറന്നു, ഉസ്ഫൂറാണ് ആ പറക്കുക എന്നുള്ളത് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഫെയിലിന് മനസ്സിലായല്ലോ. ഫായിൽ എന്നാൽ എന്ത്? ഒരു ഫെയിലിൻ്റെ പ്രവർത്തനം ആരാണോ പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയെ കർത്താവ് എന്നാണ് മലയാളത്തിൽ പറയുക. ആ കാര്യം ചെയ്യുന്ന ആളുകൾക്ക് എന്തു പറയും? ഫായിൽ എന്ന് പറയും. എന്ന് നോക്കുക, തംരീനാത്തുകളാണ്. ഇസ്തഖ്രിജുൽ ഫായില മിൻ കുല്ലി ജുംലത്തിൻ മിനൽ ജുംലിൽ ആത്തിയ, താഴെ തന്ന പദസമൂഹത്തിൽ നിന്ന് ഫായിലിനെ എന്താക്കുക? മാറ്റി നിർത്തുക. ഇസ്തിഖ്റാജ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിക്കുക, മാറ്റി നിർത്തുക എന്നർത്ഥം. സാഹദ്ദീക്കു, കോഴി, പൂവൻ കോഴി കൂകി. സാഹ എന്ന് പറഞ്ഞാൽ കൂവുക, കൊക്കരേ കൂന്നുള്ള അതിരിക്കാണ് സാഹ എന്ന് പറയുക. വഖഫ സൗറു, കാള നിന്നു. ബക്കത്തിഫിലു, കുട്ടി കരഞ്ഞു. ജാഅത്ത് തബീബു, ഡോക്ടർ വന്നു. ലൈബൽ ഔലാദു, കുട്ടികൾ കളിച്ചു. ലതറ സൈബാനു, സർപ്പം കൊത്തി, അത് കടിച്ചു, പാമ്പ് കടിച്ചു എന്നർത്ഥം. ഇസ്തഖലൽ ആഖിലു, ബുദ്ധിമാൻ ജോലി ചെയ്തു, ജോലിയിൽ വ്യാപൃതനായി. സറഅൽ ഫല്ലാഹു, കർഷകൻ കൃഷി ചെയ്തു. ഹദറൽ ഗായിബു, വിദേശത്ത് പോയവൻ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. ഹദറ എന്ന് പറഞ്ഞാൽ ഹാജറായി, ഗായിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞവൻ. വിദേശത്ത് പോയവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നർത്ഥം. ഇനി ഇതിൻ്റെ ഓരോ ഫായിൽ ഏതാണ് എന്നുള്ളത് എന്താക്കുക? മാറ്റി നിർത്തുക. ആദ്യത്തെ ഫെയിലായിരിക്കും, രണ്ടാമത്തെ ഫായിലായിരിക്കും. അത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ, ശ്രദ്ധിക്കാം. ഇനി ഫായിലൻ ലിക്കുല്ലി ഫെയിലും മിനൽ ഫഅലാത്തിയ, താഴെ കുറേ ഫെയിലുകൾ വന്നിട്ടുണ്ട്. അതിന് യോജിച്ച ഒരു ഫായിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് അതൊരു വാക്യമായിട്ടുണ്ടാക്കുക. ഒന്നത് നബഹ, നബഹ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുരച്ചു. യൽഹഖു, ചിരിക്കുന്നു. യബ്കി, കരയുന്നു. നതഹ, കുത്തി. യശ്റബു, കുടിക്കുന്നു. അതസ, തുമ്മി. സാഫറ, യാത്ര പോയി. യർക്കബു, കയറി, വാഹനം കയറി എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇസ്മ വെച്ചിട്ട് ഇത് ഫെയിലാണ്, ഒരു ഫായിൽ ഉണ്ടാക്കുക. ഫായിലും കൂടി കൂട്ടിയിട്ട് ഒരു ജുംല ഉണ്ടാക്കുക. ഇനി മൂന്നാമത്തത് ദാഇൽ അസ്മാഅല്ലാത്തിയ ഫി ജുംലൻ ബിഹൈസ് യകൂനു കുല്ലു വാഹിദത്തിൻ മിന്ന ഫായിലൻ, താഴെ പറയുന്ന ഇസ്മ ഒരു ജുംലയിൽ ഉണ്ടാക്കാത്ത, ഈ ഇസ്മ ഉപയോഗിച്ചൊരു ജുംല ഉണ്ടാക്കുക, ഒരു വാക്യം ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഫായിലായിട്ട് ഉണ്ടായിരിക്കണം, ഇതായിരിക്കണം ഫായിൽ. താഴെ പറയുന്ന ആ ഫെയിൽ, ആ ഇസ്മായിരിക്കണം ഫായിൽ. ഒന്ന് അത്തിൽമീദു, അർത്ഥം അറിയാലോ, വിദ്യാർത്ഥി. അസായലബു, കുറുക്കൻ അറിയാമല്ലോ. റജുല്, പുരുഷൻ അറിയാമല്ലോ. സഫീനത്ത്, എന്താ സഫീനത്ത്? കപ്പൽ, യെസ്. നംല്, എറുമ്പ്, ഉറുമ്പ് എന്നാ പറയുക, ഉറുമ്പ് എന്നാ എറുമ്പ് എന്നാ, എറുമ്പ് അല്ലേ. നഹലത്ത്, തേനീച്ച, നഹലത്ത് തേനീച്ച. ഖാദിം, സേവകൻ. ജുന്ത് അറിയോ, സൈന്യം, ജുന്ത് സൈന്യം. അപ്പം ഇത് ഫായിലായിട്ട് വരണം. ഇനി കവ്വിൻ മിനൽ കലിമാത്തിൽ ആത്തിയ ജുംല മുഅല്ലഫത്തൻ മിൻ ഫെയിലും വ ഫായിലും മുലായിമ, ഇത് ഇവിടെ പിന്നെ ഇസ്മുണ്ട്, ഫീലും തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഫെയിലും ഫായിലുമാക്കിയിട്ടുള്ള പദങ്ങൾ നിർമ്മിക്കണം. ഒന്ന് സഹല, സഹല എന്ന് പറഞ്ഞാൽ കുതിര കരയുന്നതിനേക്കാണ് സഹല എന്ന് പറയുക. നത്തഹ എന്ന് പറഞ്ഞാൽ കുത്തി. തിൽമീദ് അറിയാലോ, വിദ്യാർത്ഥി. ജമൽ, ഒട്ടകം. താജ്, കച്ചവടക്കാരൻ. ശക്ക, ആവലാതി പറഞ്ഞു. ബാഴ, വിറ്റു. ബറക്ക, മുട്ടുകുത്തി. മരീദ്, രോഗി. ഖറൂഫ്, ആട്ടുംകുട്ടി. ഹിസാൻ, കുതിര. ഹഫിള, മനപ്പാടമാക്കി. അപ്പോൾ ഇതിൽ ഇസ്മുണ്ട്, ഫെയിലും ഉണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഒരു ഫെയിലും ഫായിലും ഉണ്ടാക്കുക, ഉൾക്കൊള്ളുന്ന ഒരു ജുംല നിർമ്മിക്കുക. ഇനി അഞ്ചാമത്തത് കവ്വിൻ സിത്ത് ജുംലിൻ തസ്തമിൽ കുല്ലു വാഹിദിൻ മിന്ന അല ഫായിലിൻ വയുക്കവ്വിനുൽ ഫെയിലു മുളാരിയൻ ഫി സലാസിൽ ഉലാ വ മാദിയൻ ഫി സലാസിൽ സാനിയ. രണ്ടിൻ്റെ അർത്ഥം പറയുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ടല്ലോ. കവ്വിൻ സിത്ത് ജുംലിൻ, 6 വാക്യങ്ങൾ നിർമ്മിക്കുക. തസ്തമിൽ കുല്ലു വാഹിദിൻ മിന്ന അല ഫായിലിൻ, എല്ലാറ്റിലും എന്താക്കണം, ഓരോ ഫായിൽ ഉണ്ടായിരിക്കണം.
വയക്കൂനുൽ ഫെയിലു മുദാരിയൻ ഫി സലാസിൽ ഉല, ആദ്യത്തെ 3 വാക്യത്തിൽ അതിൻ്റെ ഫെയില് മുദാരിയായിരിക്കണം. മാവിയം ഫി സലാസ് സാനിയ, രണ്ടാമത്തെ 3 പദങ്ങളിൽ എന്താക്കണം, മാവിയായിരിക്കണം അതിൻ്റെ ഫെയില്. ഇങ്ങനെ 6 വാചകങ്ങൾ നിർമ്മിക്കാം. പിന്നെ തംരീൻ 6, തംരീൻ ഇൻഷാ. ഹാത്തി ഖംസ ജുമൽ മൗദൂഅഹ വൽ അൽ ഫല്ലാഹു വജൽ ഫല്ലാഹു ഫായിലൻ. ഫല്ലാഹ് ഇത് കർഷകൻ വിഷയമായിട്ട് 5 ജുംലകൾ ഉണ്ടാക്കുക. ഈ ഫല്ലാഹ് അതിൻ്റെ ഫായിലായിട്ട് വരണം. അതേപോലെ തന്നെ ഹാത്ത് ഖംസ ജുമൽ മൗദൂഅഹ ഫൈറത്ത്, 5 ജുംല ഉണ്ടാക്കുക. അതിൻ്റെ വിഷയം എരിയായിരിക്കണം, ഫൈറായിരിക്കണം. അതിൻ്റെ ഫൈർ അതിൻ്റെ ഫായിലും ആയിട്ട് വരണം. അതേപോലെ അതാണ് കഴിഞ്ഞു. ഇനി തംരീനും ഫിൽ ഇറാബ്, ഇറാബിനെ കുറിച്ച് ഐരിബ് എന്ന് ചിലപ്പോൾ ചോദ്യം വരും, പരീക്ഷയ്ക്കൊക്കെ സാധാരണ ചോദ്യം വരുന്നത്. അപ്പോൾ ഐരിബ് എന്ന് പറഞ്ഞാൽ ഫത്തേ കസ്റു ദമ്മ് സുക്കൂൻ ഇടലല്ല. ഐരിബ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന പോലെ അതിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്, അതേപോലെ എഴുതലാണ് ഐരിബ് എന്ന് പറഞ്ഞാൽ. നോക്ക്, ഇറാബ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറയുക തർക്കീബ് പറയാന്ന് പറയും. അതാണ് നമൂദ്. അതിന് ഉദാഹരണം ശ്രദ്ധിക്കുക. ഹവറൽ ഗായിബു, വിദേശത്ത് പോയവൻ തിരിച്ചു വന്നു, ഹാജറായി. ഹദറ എന്നുള്ളത് ഫെയിലു മാദിൻ, മാദിയായ ഫെയിലാണ് ഹദറ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഗായിബു, ഗായിബ് എന്നുള്ളത് ഫായിലുൻ മർഫൂഉൻ, ഹദറ എന്നതിൻ്റെ ഫായിലാണ്. ആ ഹദറ എന്ന പ്രവൃത്തി ചെയ്തവൻ ആരാണ്? ഗായിബാണ്. അത് അതിൻ്റെ ഗായിബുൻ മർഫൂആണ്, അവസാനം റഫ് ചെയ്യപ്പെട്ടതാണ്. ഇതാണ് ഇറാബ്. മനസ്സിലായോ? എന്ന് നോക്കുക. രണ്ടാമത്തെ യതീറുൽ ദുബാബു, യതീറു ഫെയിലും മുദാരിയുൻ. യതീർ എന്നുള്ളത് ഫായിലാണോ? താറ യതീറു, യതീറു മുദാരിയാണ്, ഫെയിലും മുദാരിയൻ. അദ്ദുബാബു ഫായിലുൻ മർഫൂഉൻ, ഈച്ച പറന്നു, യതീറു പറക്കുന്നു, അദ്ദുബാബു ഈച്ച. ഇനി അതുപോലെ ഈ ഉദാഹരണം പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ തന്നവ നിങ്ങൾ സ്വന്തമായിട്ട് ഇറാബ് ആക്കണം. അത് ഒന്ന്, ഐരിബിൽ ജുംലത്തൈനിൽ ആത്തിയത്തൈൻ, താഴെ തന്ന 2 ജുംലയെ നിങ്ങൾ എന്താക്കുക? അതിൽ ഇറാബ് ചെയ്യുക. എങ്ങനെ? ഫാവൻ നെഹ്റു. അതേപോലെ തന്നെ യർബഹു താജുറു. ഫാവൻ നെഹ്റു എന്ന് പറഞ്ഞാൽ അറിയോ? നദി കവിഞ്ഞൊഴുകി. ഇഫാദത്തിൻ്റെ തവാഫ് നീട്ടില്ലേ? ഇഫാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ഒമ്പതിന് കൂടിച്ചേരുന്ന ദിവസം അങ്ങനെ ഒഴുകിയെത്തുന്നത് ഇഫാദത്ത്. അത് തന്നെ ഫാവ, ഒഴുകി, കവിഞ്ഞൊഴുകുക. നെഹ്റ് പുഴ. യർബൽ താജുറു, കച്ചവടക്കാരന് ലാഭം ചെയ്തു, കിട്ടി. അപ്പോൾ ഇന്ന് എടുത്തത് ഫായിലാണ്. ഫായിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫെയില് അത് ചെയ്യുന്നതാരാണോ അയാളെ അറിയിക്കുന്നതിനാണ് ഫായിൽ എന്ന് പറയുന്നത്. ഫായിലിന് എപ്പോഴും എന്തായിരിക്കും? റഫ് ആയിരിക്കും. ഫായിലിന് റഫ് ആയിരിക്കും. ഫെയിൽ അതായത് ഒരു ഫെയിലിൻ്റെ പ്രവർത്തനം, ആ പ്രവർത്തനം ആരാണോ ചെയ്യുന്നത് അവനിക്കെന്ത് പറയും? ഫായിൽ എന്ന് പറയും. മലയാളത്തിൽ കർത്താവ്. മലയാളത്തിൽ എന്താ പറയുക? കർത്താവ്. ക്രിയ, ഫെയിലിന് ക്രിയ എന്നും ഫായിലിന് കർത്താവ് എന്നും പറയപ്പെടുന്നു. ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇത്ര മതി. അടുത്ത് ഇൻഷാ അല്ലാഹ് ഇനി മഫ്ഊലുൻ ബിഹി, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.